ഇപ്പം എനിക്ക് തന്നെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ പോലീസിൽ സെലക്ഷൻ കിട്ടിയ ആളാണ്. പോലീസ് സെലക്ഷൻ കിട്ടിയ ആൾ ജോയിൻ ചെയ്തു പോലീസിൽ. ഈ ജോയിൻ ചെയ്തിട്ട് പോലീസിൽ നിന്ന് ഒരിക്കൽ ഏതോ ഒരു വിഷുവിനോ ഓണത്തിനൊക്കെ ലീവിൽ നാട്ടിൽ വന്ന അന്ന് കൂട്ടുകാർ കൂടി ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ഒരു ഷാപ്പിൽ കള്ളു കുടിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ടായി, അടിയുണ്ടായി. ആ ഷാപ്പ് തീ വയ്ക്കപ്പെട്ടു. അങ്ങനെ ഇയാളതിൽ കുടുങ്ങി പോവുക. അന്ന് കാലത്ത് ഷാപ്പ് തീ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈമാണ്. ആ ഒരു കൊലപാതകത്തിന് തുല്യമായ ഒരു ക്രൈമായിട്ടാണ് പറയുന്നത്, ഷാപ്പ് തീ വെച്ച ആളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി അയാളങ്ങനെ ഒരു റൗഡിയായി തീരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ അതേപോലെ തന്നെ അയാളങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് റോട്ടിലിട്ടിരിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ തന്നെ ഒരു കുടുംബ ബന്ധത്തിൽ പെട്ടുപോവുകയും ആയുധം താഴെ വെക്കുകയും ഒരു നല്ല ജീവിതത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്ന സമയത്താണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് കഥകൾ, ചെറുപ്പത്തിൽ കണ്ട ഒരുപാട് കഥകളിൽ നിന്ന് ഊറി വന്നതാണ് ഈ കിരീടവും. സിബിജാൻ, ഈ കഥ പെട്ടെന്ന് അങ്ങോട്ട് ആകർഷിക്കാൻ തോന്നിയ ഒരു എലമെൻ്റ് എന്താണ്? ഇങ്ങനൊരു ചിന്തയിലേക്ക് പോകാനുള്ളൊരു കാരണം, നമ്മൾ തനിയാവർത്തനം റിലീസായ ആ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് BTH ഹോട്ടൽ എറണാകുളത്ത് ഇരിക്കുകയാണ്. അന്ന് ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങൾ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് ആ പടം കണ്ട ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പടം കണ്ട വികാരം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുറിയിൽ വന്നു. അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ പടത്തെ പറ്റിയുള്ള ഒരു തനിയാവർത്തനത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ കണ്ടതിൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തി പറഞ്ഞ്, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, പക്ഷേ ആ കഥ ഇനി ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഒരു കഥ പറഞ്ഞു. അതൊരു വീണുപോയ ഗുണ്ടയുടെ കഥയാണ്. കുതികാലിന് വെട്ടുകിട്ടി വീണുപോയ ഒരു ഗുണ്ടയുടെ കഥയാണ്. അത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു, ഗുണ്ടകളുടെ കഥകൾ ഒരുപാട് എനിക്കറിയാം, എൻ്റെ കയ്യിലുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഗുണ്ടയുടെ കഥ ചെയ്യാമെന്നുള്ളൊരു ആലോചന ഉണ്ടായത് അവിടെ നിന്നാണ്. പിന്നീട് നമ്മളതിനെപ്പറ്റി അങ്ങനെ കടന്നു പോയിരുന്നു, അങ്ങനെ ചിന്തിച്ചുമില്ല. ഒരു ഘട്ടത്തിൽ വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, അന്ന് ഞാൻ പറഞ്ഞ കഥ വേറൊരു ഡയറക്ടർക്ക് താല്പര്യമുണ്ട്, അത് നിങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് വെച്ചു, ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കട്ടെ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ലോഹി പറഞ്ഞു, അത് കൊടുത്തോളൂ, നമ്മൾ ആ കഥയിലല്ലോ ചെയ്യുന്നത്, നമ്മൾ വേറൊരു ഗുണ്ടയുടെ കഥ ചെയ്തു, ഇതൊരു വീണുപോയ ഗുണ്ടയല്ലേ, അതവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥ കൊടുക്കുകയും അത് പിന്നീട് ഊഴം എന്ന പേരിലൊരു സിനിമയായി വരികയും ചെയ്തു. ഊഴം ഇറങ്ങിയ ദിവസം ഞാനും ലോഹിയും കൂടെ എറണാകുളത്ത് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുകയും ചെയ്തു. കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ എന്തെങ്കിലും എലമെൻ്റ് അതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും നമ്മളെ ബാധിക്കുന്നൊരു സിനിമയല്ലായിരുന്നു. പിന്നീടാണ് ഉണ്ണിയും ദിനേശ് മണിക്കറും കൂടെ നമ്മളെ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഞങ്ങളിങ്ങനെ മോഹൻലാലിന് വെച്ചൊരു പ്രോജക്റ്റ് എന്ന ചിന്തയും കൂടെ വന്നപ്പോഴാണ് ഈ കഥയിലേക്കും ഈ കിരീടത്തിൻ്റെ ഈ ഗുണ്ട കഥകളിലേക്ക് നമ്മൾ തിരിയുന്നത്. അതിന് മറ്റൊരു പ്രത്യേകത തോന്നിയത് കിരീടം എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. കിരീടം എന്ന് പറയുന്നത് നമ്മൾ ഒരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പവറിന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു അലങ്കാരമാണ്. ഇത് തകർന്നു പോകുന്ന ഒരു മനുഷ്യന് വേണ്ടി കിരീടം ഒരു പാഴ്കിരീടമായിട്ട് ആക്ച്വലി കിരീടം എന്ന് പറയുന്ന പേര് ലോഹി തന്നെ എഴുതിക്കൊണ്ടിരുന്ന മറ്റൊരു ചിത്രം, അതിനു മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന മുക്തി എന്ന പേരിൽ പിന്നീട് സിനിമ വന്നു പുറത്ത്. ആ സിനിമയിൽ മമ്മൂട്ടി കളക്ടറായിട്ട് അഭിനയിച്ച ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ലോഹി വെച്ച് ഇങ്ങനൊരു പേരുണ്ട്, അതെങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നല്ല പേരാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പേര് ആ പടത്തിൻ്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസർമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആ പേരിനുള്ളൊരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, അവർ ആ പേരിടുന്നില്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും പറ്റിയ പേര് ഇതാണ്, നമുക്കത് ഇടാമെന്നാണ്.